പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, എസെക്കിയേൽ 11 അധ്യായം 19 തിരുവചനമാണ് ഇന്ന് വിചിന്തനത്തിനായി എടുത്തിരിക്കുന്നത്. അവർക്ക് ഞാൻ ഒരു പുതിയ ഹൃദയം നൽകും, ഒരു പുതിയ ചൈതന്യം അവരിൽ ഞാൻ നിക്ഷേപിക്കും. അവരുടെ ശരീരത്തിലെ ശിലാഹൃദയം എടുത്തു മാറ്റി മാംസള ഹൃദയം ഞാൻ കൊടുക്കും. മനുഷ്യൻ്റെ ഹൃദയത്തിലെ ദുഷ്ടത വർദ്ധിച്ചതുകൊണ്ട്, തിന്മകൾ ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നു പോയതുകൊണ്ട് മനുഷ്യൻ്റെ ശിലാഹൃദയം എടുത്തു മാറ്റി അവർക്ക് മാംസളമായ ഒരു ഹൃദയം നൽകും എന്ന് എസെക്കിയേൽ പ്രവാചകനിലൂടെ കർത്താവ് അരുളി ചെയ്യുകയാണ്. അങ്ങനെ അവർ എൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുകയും എൻ്റെ നിയമങ്ങൾ ശ്രദ്ധയോടെ പാലിക്കുകയും ചെയ്യും. അവർ എൻ്റെ ജനവും ഞാൻ അവരുടെ ദൈവവും ആയിരിക്കും. ദൈവം മനുഷ്യന് നൽകിയ ഹൃദയത്തിന് എന്താണ് സംഭവിച്ചത്? ഉൽപ്പത്തി 6:5 തിരുവചനം പറയുന്നു, ഭൂമിയിൽ മനുഷ്യൻ്റെ ദുഷ്ടത വർദ്ധിച്ചിരിക്കുന്നുവെന്നും അവൻ്റെ ഹൃദയത്തിലെ ചിന്തയും ഭാവനയും എപ്പോഴും ദുഷിച്ചതു മാത്രമാണെന്നും കർത്താവ് കണ്ടു. പൂർവകാലങ്ങളിൽ പ്രവാചകന്മാർ വഴി വിവിധ ഘട്ടങ്ങളിലും വിവിധ രീതിയിലും നമ്മുടെ പിതാക്കന്മാരോട് സംസാരിച്ചിട്ടുണ്ട്. യേശയ്യ, ജെറമിയ, ജോഷുവ, എസെക്കിയേൽ തുടങ്ങിയ പ്രവാചകന്മാരിലൂടെ കർത്താവ് നമ്മുടെ പിതാക്കന്മാരോട് സംസാരിച്ചിട്ടുണ്ട്. ജെറമിയ 4:14 തിരുവചനം പറയുന്നു, നിന്റെ ഹൃദയത്തിൽ നിന്ന് ദുഷ്ടത കഴുകിക്കളയുക, എന്നാൽ നീ രക്ഷപ്പെടും. എത്ര കാലമാണ് നീ ദുഷിച്ച ചിന്തകളും പേറി നടക്കുന്നത്? നമ്മുടെ ഹൃദയം കാണുന്ന കർത്താവ് നമ്മുടെ ഹൃദയത്തിലെ ദുഷ്ടത കഴുകി കളഞ്ഞാൽ മാത്രമേ നാം രക്ഷപ്പെടുകയുള്ളൂ എന്ന് വ്യക്തമായി പറയുകയാണ്. ജെറമിയ 5:23 കർത്താവ് അരുളി ചെയ്യുന്നു, ഈ ജനത്തിൻ്റെ ഹൃദയം കടുപ്പമേറിയതും ധിക്കാരം നിറഞ്ഞതുമാണ്. ജോഷുവ 3:5 ജോഷുവ ജനങ്ങളോട് പറഞ്ഞു, നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ, നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. ജനങ്ങൾ കർത്താവിൻ്റെ വാക്കുകൾ കേൾക്കുകയോ അനുസരിക്കുകയോ ചെയ്തില്ല. തങ്ങളുടെ ദുഷ്ടഹൃദയത്തിൻ്റെ പ്രേരണയനുസരിച്ച് തന്നിഷ്ടം പോലെ ജീവിക്കുകയാണ് ചെയ്തത്. മനുഷ്യൻ്റെ ഹൃദയവും ജീവിത രീതികളും കാണുന്ന കർത്താവിൻ്റെ വേദനയാണ് യേശയ്യ പ്രവാചകൻ്റെ പുസ്തകം 1 അധ്യായത്തിൽ നാം കാണുന്നത്. യേശയ്യ 1 അധ്യായം 2-3 തിരുവചനങ്ങളിലൂടെ നാം കാണുന്നത് അതാണ്. ആകാശങ്ങളെ ശ്രവിക്കുക, ഭൂതലമേ ശ്രദ്ധിക്കുക, കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ മക്കളെ പോറ്റി വളർത്തി, എന്നാൽ അവർ എന്നോട് കലഹിച്ചു. കാള അതിൻ്റെ ഉടമസ്ഥനെയും കഴുത അതിൻ്റെ യജമാനനെയും അറിയുന്നു, എന്നാൽ എൻ്റെ ജനം എന്നെ മനസ്സിലാക്കുന്നില്ല എന്ന്. മനുഷ്യ മക്കളെ രക്ഷിക്കുവാനായി ദൈവം തൻ്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചു. യേശുവിൻ്റെ പീഡാസഹനവും കുരിശുമരണവും വഴിയായിട്ടാണ് നാം രക്ഷിക്കപ്പെട്ടത്. നമുക്ക് വേണ്ടി പീഡകൾ സഹിച്ച് നമ്മോടൊപ്പം ആയിരിക്കുവാൻ തൻ്റെ ശരീരവും രക്തവും പങ്കുവെച്ച് നൽകി പരിശുദ്ധ കുർബാന സ്ഥാപിച്ചു. ഈശോ പരിശുദ്ധ കുർബാനയിൽ സജീവനായി വാഴുന്നു. ഈ ദിവ്യരഹസ്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുന്നതിനു വേണ്ടി നിത്യസഹായകനായ പരിശുദ്ധാത്മാവിനെയും നമുക്ക് നൽകി. യേശുവിൻ്റെ തിരുരക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. നമ്മുടെ ഹൃദയത്തിലെ ദുഷ്ടത മാറ്റി ഹൃദയം നിർമ്മലമാക്കി ദൈവഹിതം നിറവേറ്റി നമുക്ക് ജീവിക്കാം. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.